നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൈതൃക വാരാഘോഷത്തിന് കണ്ണൂരിൽ തുടക്കം. കേരളത്തിന്റെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇതിനായി ഒരുങ്ങുന്നത് 22 മ്യൂസിയങ്ങൾ. വാരാഘോഷം 25-ന് സമാപിക്കും. സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുമായി അഴീക്കോട് നിയോജക മണ്ഡലം. ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ കായികക്ഷമതാ വർധനവ്. കായിക അഭിരുചിക്കൊപ്പം കുട്ടികളെ ലഹരി ഉൾപ്പെടെയുള്ള ദൂഷ്യതകളിൽ നിന്ന് അകറ്റാനാകുമെന്ന് KV സുമേഷ് MLA. കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ ചുമർചിത്രം മിഴിതുറന്നു. പുനർജനിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്യപൂർവ രചന. ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തത് പ്രകൃതി വർണ്ണങ്ങൾ. പൂർത്തിയാക്കിയത് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യവും ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂരിൽ ലോക പൈതൃക വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പെർളശ്ശേരി AKG മ്യൂസിയം ഉൾപ്പെടെ 22 മ്യൂസിയങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി വരുന്നതായും മന്ത്രി പറഞ്ഞു. നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ശേഷിപ്പുകളും ചരിത്ര സ്മാരകങ്ങളും രേഖകളുമെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനുള്ള കാര്യക്ഷമവും സമഗ്രവുമായ ഇടപെടലിലാണ് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രേഖ നൽകുന്നത്. നമ്മുടെ ചരിത്രവും സംസ്കാരവും പൈതൃകമെല്ലാം മാറ്റിയെഴുതാനോ തമസ്കരിക്കാനോ തിരോഭൂതമാക്കാനോ ഉള്ള ചെറുതും വലുതുമായ രൗദ്രഭാവങ്ങൾ നമ്മൾ എവിടെയും ഇവിടെയും കാണുകയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ചരിത്രത്തിൽ നേസാക്ഷ്യങ്ങളായി ഇത്തരം ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ അനിവാര്യമായ ദൗത്യമാണ്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്ര സത്യങ്ങളെ തിരസ്കരിക്കാൻ ആർക്കും സാധ്യമല്ല, ഏത് സാഹചര്യങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് ഈ പഴയ ചരിത്ര സംഭവങ്ങൾ, ചരിത്ര സ്മൃതികൾ സൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ഒരു ചരിത്രപരമായ ധർമ്മനിർവഹണത്തിന്റെ ഒരു ഭാഗമാണ്. പയ്യാമ്പലത്തെ കൈത്തറി മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. 1924 ലണ്ടനിലെ വൈംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 25 വരെയാണ് ലോക പൈതൃക വാരാഘോഷം. നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന സന്ദേശമാണ് വാരാഘോഷത്തിലൂടെ നൽകുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷിക ദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. മുൻ MLA പ്രൊഫസർ AD മുസ്തഫ, അഡ്വക്കേറ്റ് TO മോഹനൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ദിരാ പ്രിയദർശിനിയുടെ 107ാം ജന്മവാർഷിക ദിനമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും തൻ്റെ സർവസ്വവും ഈ രാജ്യത്തിനെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസന രംഗത്ത് ഒരു വലിയൊരു കുതിപ്പ് നമ്മുടെ രാജ്യത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നേതാക്കളായ VV പുരുഷോത്തമൻ, K. പ്രമോദ്, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, അജിത് മാട്ടൂൽ, CT ഗിരിജ, ഹരിദാസ് മൊകേരി, കുട്ടിനേഴത്ത് വിജയൻ, രജിത് നാറാത്ത്, കായക്കൽ രാഹുൽ, കൂക്രി രാജേഷ്, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, ആന്തൂരാൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, CM ഗോപിനാഥ്, ജോഷി കണ്ടത്തിൽ, കല്ലിക്കോടൻ രാകേഷ്, ഉഷാകുമാരി, P. അനൂപ്, രഞ്ജിത്ത് താളിക്കാവ്, U. ഹംസ ഹാജി, സതീശൻ ബാവുക്കൻ, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപുഴയിൽ കാറിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. ചെറുപുഴ UP സ്കൂളിലേക്ക് പോവുകയായിരുന്ന 2 കുട്ടികൾക്കിടയിലാണ് കാർ പാഞ്ഞെത്തിയത്. ഒരു കുട്ടിക്കാണ് കാറിടിച്ച് പരിക്കേറ്റത്, മറ്റൊരു കുട്ടിക്ക് വീണാണ് പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. ചെറുപുഴയിൽ സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കുട്ടികൾക്കാണ് കാർ തട്ടി പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു അപകടം. റോഡിന് എതിർവശത്ത് ചെറുപുഴ UP സ്കൂളിലേക്ക് പോവുകയായിരുന്ന 2 കുട്ടികൾക്കിടയിലേക്കാണ് കാർ പാഞ്ഞെത്തിയത്. ഒരു കുട്ടിക്കാണ് കാറിടിച്ച് പരിക്കേറ്റത്, മറ്റൊരു കുട്ടിക്ക് വീണാണ് പരിക്കുപറ്റിയത്. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. നിസാര പരിക്കേറ്റ 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് പോയി. കുട്ടികൾ ഓടുന്നത് കണ്ട് കാർ പെട്ടെന്ന് നിർത്തിയതിനാലാണ് ഗുരുതര പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടത്.
വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ച 66 പരാതികളിൽ 13 തീർപ്പാക്കി. 5 പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിംഗിനായി അയച്ചു. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിംഗിനായും മറ്റ് 2 ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു. 44 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. സ്വത്ത് തർക്കം, വഴിത്തർക്കം, സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതൽ അദാലത്തിൽ വരുന്നത്. ഇവ പരിഹരിക്കുവാൻ ജാഗ്രതാ സമിതികളെ പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കമ്മീഷൻ തുടരും. കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമേ വിവാഹ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നത് നിർബന്ധമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കമ്മീഷനിലേക്ക് വന്ന കേസുകളിൽ കൂടുതലും കുടുംബ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട്, സ്വത്ത് തർക്കം, ഇത്തരം പരാതികളാണ്. വഴിത്തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, അതിർത്തി തർക്കം, ഇത്തരം പരാതികൾ ആണ് കമ്മീഷനിൽ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതലായിട്ടും. അപ്പം ഇത്തരം പരാതികളിൽ ഇന്ന് കൂടുതൽ വന്ന പരാതികൾ അത്രയാണ്. പക്ഷേ പല പരാതികളിലും വളരെ സങ്കീർണമായിട്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുന്നാകെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് മക്കൾ തമ്മിൽ. അവരുടെ സ്വത്ത് ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികം ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മക്കും അവർക്കുള്ള ഒരു എന്താ പറയുക, അവർ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഇവർക്കുള്ള സംരക്ഷണം കിട്ടുന്നില്ല. അപ്പം അത്തരത്തിലുള്ള പരാതികളും കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. അഭിഭാഷകരായ കെ പി ഷിമ്മി, പ്രമീള, കൗൺസിലർ മാനസ പി ബാബു, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ASI മിനി ഉമേഷ്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ N ഷാജിന, കെ മിനി എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈതൃക വാരാഘോഷത്തിന് കണ്ണൂരിൽ തുടക്കം. കേരളത്തിന്റെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇതിനായി ഒരുങ്ങുന്നത് 22 മ്യൂസിയങ്ങൾ. വാരാഘോഷം 25-ന് സമാപിക്കും. സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുമായി അഴീക്കോട് നിയോജക മണ്ഡലം. ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ കായികക്ഷമതാ വർധനവ്. കായിക അഭിരുചിക്കൊപ്പം കുട്ടികളെ ലഹരി ഉൾപ്പെടെയുള്ള ദൂഷ്യതകളിൽ നിന്ന് അകറ്റാനാകുമെന്ന് KV സുമേഷ് MLA. കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ ചുമർ ചിത്രം മിഴി തുറന്നു. പുനർജനിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്യപൂർവ രചന. ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തത് പ്രകൃതി വർണ്ണങ്ങൾ. പൂർത്തിയാക്കിയത് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരി. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് നവംബർ 20-ന് തുടക്കമാകുമെന്ന് KV സുമേഷ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടന്നതിന് ശേഷം
മണ്ഡലതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കെ.വി. സുമേഷ് പറഞ്ഞു. കുട്ടികളിലെ കായിക അഭിരുചി വളർത്തുന്നതിനും പഠനത്തിനോടൊപ്പം അവരെ മികച്ച വ്യക്തികളാക്കാനും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാനും ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. വരുന്ന വർഷങ്ങളിൽ സംഗീതം ഉൾപ്പെടെയുള്ള കൂടുതൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്നും കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടന്നതിനു ശേഷം മണ്ഡലതലത്തിൽ മത്സരങ്ങൾ നടക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ വിജയിക്കുന്നവർ മണ്ഡലതലത്തിൽ ഏറ്റുമുട്ടും. എല്ലാ വിഭാഗത്തിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ടീമുകൾ ഉണ്ടാകും. പഞ്ചായത്ത് തല മത്സരത്തിലെ വിജയികൾക്ക് പഞ്ചായത്ത് കപ്പും മണ്ഡലതല വിജയികൾക്ക് MLA കപ്പും നൽകും. വ്യക്തിഗത ചാമ്പ്യന്മാർക്ക് മൊമെന്റോയും നൽകും. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും ഉണ്ടാകും. 100-ലധികം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. പഞ്ചായത്ത് തല മത്സരങ്ങൾ നവംബർ 25-ന് പൂർത്തിയാക്കും. 25 മുതൽ മണ്ഡലതല മത്സരങ്ങൾ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ അടങ്ങിയ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. മഴവില്ല് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്തിരുന്നു. അതിലൊരു പ്രധാന ഫോക്കസിംഗ് പോയിൻ്റാണ് കുട്ടികളുടെ കായിക ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്നതൊരു പ്രധാനമായിട്ട് നമ്മൾ ഈ മഴവില്ല് പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്ത് ഈ അക്കാദമിക്ക് മുതൽ തുടങ്ങാനാണ് നമ്മൾ ആലോചിച്ചത്. ഈ ഫുട്ബോൾ ഫെസ്റ്റ് അഴീക്കോട് മണ്ഡലം സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റ് എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഒരു 30-ാം തീയതി വരെ. അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും LP, UP, ഹൈസ്കൂൾ എടുക്കുന്നത് 8 മുതൽ 12 വരെയാണ് ഒരു ടീമായിട്ട്. LP സ്കൂളിൻ്റെ ഒരു ടീം, LP മാത്രം സ്കൂളിൻ്റെ ഒരു ടീം, അങ്ങനെ അയക്കുന്നത്. അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളും നേരത്തെ തന്നെ രൂപീകരിച്ച് അവർക്ക് പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. LP സ്കൂളുകൾക്ക് ചെറിയ മത്സരമാണ്. അതൊരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചെറിയൊരു കോർട്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മത്സരമാണ്. UP സ്കൂളുകൾക്ക് ഒരു 15 മിനിറ്റ് എന്ന നിലയിലെടുത്ത് അത് ഹൈസ്കൂൾ എത്തുമ്പോൾ 8 മുതൽ 12 വരെയുള്ളവർക്ക് ഒരു 7s ഫുട്ബോൾ മത്സരം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കുട്ടികൾക്കൊരു കായിക ആഭിമുഖ്യം അവരുടെ ഒരു ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുക. അത് പെൺകുട്ടികളുടെ ടീമും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. PR ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശൻ, അഴീക്കോട് മണ്ഡലം വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ KV ജയപാലൻ എന്നിവരും പങ്കെടുത്തു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെന്റർ MEGയുടെ 244ാമത് റേസിംഗ് കാർഗിൽ വിജയ ദിവസത്തിന്റെ 25ാം വാർഷികത്തോടുമനുബന്ധിച്ച് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മേജർ സീതാ ഷെൽക്കയുടെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിലെത്തിയ സംഘത്തിന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. കേരളത്തിൽ തിരുവനന്തപുരം പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ ബൈക്ക് റാലിയാണ് തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ പിന്നിട്ട് കണ്ണൂരിലെത്തിയത്. തികച്ചും പ്രകൃതി സൗഹൃദമായ രീതിയിലായിരുന്നു റൈഡ് നടത്തിയത്. കണ്ണൂരിലെ സ്വീകരണത്തിന് ശേഷം വിരാജ്പേട്ട, മൈസൂർ വഴി ബൈക്ക് റാലി ബാംഗ്ലൂരിൽ സമാപിക്കും. വയനാട് ദുരന്തമുഖത്തെ ബെയിലി പാലം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ മേജർ സീതാ ഷെൽക്കിയാണ് ഈ ബൈക്ക് റാലിക്കും നേതൃത്വം നൽകിയത്. योगदान है और उसको उजागर करना चाहूँगा जो कि उन्होंने वायनाड में किया है. मुझे आज भी वो दिन याद है कि 30 जुलाई को ये इंसिडेंट हुआ था और सुबह तकरीबन 4:30 बजे चीफ सेक्रेटरी साहब का केरला गवर्नमेंट से मुझे कॉल आया था कि हम लोग को वहाँ पे मोबिलाइज होना है और हम 31 को सुबह वहाँ पहुँच चुके थे. और जब रात को वहाँ पे जहाँ पे ब्रिज बह चुका था वहाँ पे मैं खुद तैनात था और 12 പേരടങ്ങുന്ന സംഘത്തിന്റെ സ്വീകരണ ചടങ്ങിൽ DSC കമാൻഡന്റ് വിശിഷ്ട അതിഥിയായി. ഒരു കാലത്ത് സേനയ്ക്ക് വേണ്ടി വിയർപ്പൊഴുകിയ മുൻ പട്ടാളക്കാരെ നേരിട്ട് കാണാനാണ് സീതാ ഷെൽക്കിയും സംഘവും ബൈക്ക് റാലി നടത്തുന്നത്. കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചതായി കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു. ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരെ നിർധനരായ രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കും. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഡിയാക് സയൻസ്, ജനറൽ സർജറി, യൂറോ ആൻഡ് നെഫ്രോളജി, ഗാസ്ട്രോ സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും. മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമാണ് ഈ പദ്ധതിയെന്നും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. ഒരു ബൈപ്പാസ് സർജറി, ഉദാഹരണം ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ
ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. ഒരു ബൈപ്പാസ് സർജറി ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും 2.5-3 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇത് പൈസ ഇല്ലാണ്ട് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങൾ തൃശ്ശൂർ അതേപോലെ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ആൾക്കാർ കണ്ണൂരിൽ വന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പദ്ധതിയിൽ പങ്കെടുത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളൊരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ 1 ലക്ഷം രൂപയുള്ള ആൾക്ക് 3 ലക്ഷം ആവാത്ത കൊണ്ട് സർജറി നീട്ടി കൊണ്ടുപോകുന്നു, അയാളുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്നു. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയോളം ഏതാണ്ട് 100ഓളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രനും പങ്കെടുത്തു. നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനർചിത്രീകരണം നടത്തിയ ഭിത്തി ചിത്രങ്ങൾക്ക് മുഹൂർത്തരാശിയിൽ തന്ത്രി കാട്ടുമാടം ഇളയെടുത്ത് മനക്കൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കണ്ണുകൾ വരച്ച ജീവൻ പകർന്നു. കളരിവാതുക്കൽ നമ്പ്യാത്തൻ മൂത്ത പിടാരരുടെ മകൻ വടക്കേ ഇല്ലത്ത് കേശവ പിടാരരും കുടുംബവും മുൻകൈയെടുത്താണ് നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപ്രധാനമായ ചിത്രം പ്രസിദ്ധ ചുമർ ചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിയെ കൊണ്ട് പുനർചിത്രീകരണം നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതുക്കൽ വടക്കേ ഇല്ലത്ത് സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. അജ്ഞാനത്തിൻ്റെ മുകളിൽ കയറി ജ്ഞാനപ്രകാശം നൽകുന്ന അത്യപൂർവമായ ദേവീ ചിത്രഭാവം പുനർജനിച്ചു. 1.5 ആണ്ടുകൾക്ക് മുമ്പ് ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്തമാതൃക്കളുടെ ശ്രീകോവിൽ ഭിത്തിയിൽ തെയ്യമ്പാടി നമ്പ്യാർ സ്ഥാനിക കാരണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണ് ഇപ്പോൾ പുനർചിത്രീകരണം നടത്തിയത്. 4 തൃക്കൈകളോടുകൂടിയ ദേവി, വലത്തെ ഒരു കൈയിൽ വാളും താഴെ കൈയിൽ വളഞ്ഞ കത്തിയും ഇടത്തു കൈയിൽ നീലത്താമരയും താഴെ പാനപാത്രവുമുണ്ട്. ദേവിയുടെ കാൽപാദത്തിനടിയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ്. കഴുത്തിൽ അണിഞ്ഞ തലയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും തലയോട്ടികൾ കോർത്തിട്ട മാലയെ തന്ത്രശാസ്ത്രത്തിൽ 51 അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത്. അജ്ഞാനത്തെ കീഴ്പ്പെടുത്തിയ ജ്ഞാനദേവതയായ ചന്ദ്രികാദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നീലത്താമര. അതിന്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ ചുവർ ചിത്രം. 4 തൃക്കൈകളോടുകൂടി സർവാഭരണ ഭൂഷിതനും മൂഷിക വാഹനനുമായ ഗണപതിയുടേതാണ് മറ്റൊരു ചിത്രം. തെയ്യമ്പാടി നമ്പ്യാർ ഭൂതവടിവ് സമ്പ്രദായത്തിൽ രചിച്ചതാണ് 63 ഇഞ്ച് ഉയരത്തിലും 53 ഇഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ. ഗുരുവായൂർ തോട്ടേക്കാട് ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് അതേ വലുപ്പത്തിൽ പുനർചിത്രീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതുക്കൽ വടക്കേ ഇല്ലത്ത് സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. പൂർണ്ണമായും പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമർ ചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. ചുമർ ചിത്ര പഠനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നേരത്തെ പഠനേന്ദ്രത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരയ്ക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ണൂർ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. പിന്നെ ഇവിടെ വരച്ച ചുമർചിത്രം പൂർണ്ണമായും നാച്ചുറൽ കളർ പ്രകൃതി വർണ്ണം കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. പണ്ടത്തെ ആ ചിത്രത്തിൻ്റെ അതേ ഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ചുമർ ചിത്രം വരച്ചിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വർണ്ണങ്ങൾ കാവിച്ചുവപ്പ്, മഞ്ഞ, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ല് അരച്ചിട്ട് ഉണ്ടാക്കിയ കളറുകളാണ്. കട്ടനീലം ഉപയോഗിച്ചിട്ടാണ് നീലവർണ്ണം ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ വെള്ള നിറത്തിന് ചുണ്ണാമ്പും ഇളനീർ വെള്ളവും കൂട്ടിയിട്ടാണ് വെളുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നത്. കറുപ്പിന് വേണ്ടിയിട്ട് എണ്ണക്കരിയാണ്, പണ്ടത്തെ കൺമഷിക്കൂട്ടന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കളറുകൾക്ക് പിടുത്തത്തിനായിട്ട് വേപ്പിൻ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആര്യവേപ്പിൻ്റെ പശ കളർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചുമർ ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നാച്ചുറൽ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് കളക്ട് ചെയ്തത്. കാവിച്ചോപ്പും മഞ്ഞയൊക്കെ കുടജാതിയിൽ നിന്നും സൗവർണിക നദിയുടെ തീരത്തു നിന്നാണ് കളക്ട് ചെയ്തത്.
അത് കളക്ട് ചെയ്തതിന് ശേഷം വർണ്ണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേക ഒരു പ്രൊസീജിയർ വഴി കളറ് ഉണ്ടാക്കി അത് ചുമർചിത്രം വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രിയിൽ നിന്നും സൗവർണിക തീരത്തു നിന്നുമാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തിച്ചത്. വെള്ള നിറത്തിന് ചുണ്ണാമ്പും പച്ചയ്ക്ക് നീലമരിയില അരച്ചും നീലയ്ക്ക് കട്ട നീലവും ഉപയോഗിച്ച് മഞ്ഞ നിറത്തിന് തെളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായില്യവും ചേർത്ത് നീലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർ ചിത്രം. പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് പറഞ്ഞു. ഉത്തര കേരളത്തിൽ അഷ്ടമാതൃ ആരാധന നടന്നതിന്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കളരിവാതുക്കൽ ചുമർ ചിത്രമെന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും ചുമർ ചിത്ര ഗവേഷകനുമായ സുധീഷ് നമ്പൂതിരി പറഞ്ഞു. ക്ഷേത്രത്തിലെ ചുമർചിത്ര പുനരാഖ്യാനം നമ്മുടെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പഴയ ചിത്രം ജീർണോച്ചാവസ്ഥയിലായതുകൊണ്ട് നമ്മൾ പുതിയ ചിത്രം വരക്കുവാൻ തീരുമാനിച്ചു. ദേവിയുടെ അത്യപൂർവമായ ഭാവങ്ങളിൽ ഒന്നാണ് ആ ചിത്രം. നമ്മുടെ അവകാശമായിരുന്നു. ചടങ്ങിൽ ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയരാജ, ക്ഷേത്രം മൂത്രപിടാരർ താഴത്തില്ലത്ത് വടക്കനിയിൽ കേശവ മൂസദ്, ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ CK സുരേഷ് വർമ്മ, കളരിവാതുക്കൽ ക്ഷേത്രം മാനേജർ ചന്ദ്രശേഖരൻ, TP നാരായണൻ, PV രഘുനാഥ്, ചിത്രസമർപ്പണം നടത്തിയ വടക്കില്ലത്ത് കേശവ പിടാരൻ, ആര്യംവള്ളി നടുവിലെ ഇല്ലത്ത് ഉഷ, രഞ്ജിത്ത് കളരിവാതുക്കൽ, സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറക്കൽ കോവിലകം വലിയരാജ CK രാമവർമ്മ ചിത്രകാരൻ ശാസ്ത്രശർമ്മൻ പ്രസാദിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിക്കുന്ന ലോക സമാധാന യുദ്ധവിരുദ്ധ ജല അപകട നിവാരണ സന്ദേശമുയർത്തി ഡോക്ടർ ചാൾസൺ ഏഴിമല നേതൃത്വം നൽകുന്ന നീന്തലയജ്ഞം നടന്നു. 40 കിലോമീറ്റർ കായൽ, പുഴ, കടൽ നീന്തൽ യുദ്ധക്കെടുതിയിലും ജല അപകടങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പയ്യന്നൂർ കൊറ്റി ബോട്ട് ജെട്ടിയിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാൾസൺ ഏഴിമലയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച 30 നീന്തൽ താരങ്ങൾ പങ്കെടുത്തു. ചാൾസൺ ഏഴിമലയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച 30 നീന്തൽ താരങ്ങൾ പങ്കെടുത്ത നീന്തൽ കൊറ്റിക്കടവ്, പുന്നക്കടവ്, കുറുങ്കടവ്, പുതിയ പുഴക്കര, മൂലക്കിൽ കടവ്, കരമുട്ടം, പാലക്കോട്, ചൂട്ടാട്ട് അഴിമുഖം കടന്ന് കടലിലൂടെ 25 കിലോമീറ്റർ ആദ്യ ദിവസം നീന്തി ചൂട്ടാട്ട് ബീച്ചിൽ അവസാനിച്ചു. വൈകിട്ട് 7:30 ചാൾസൺ ഏഴിമലയുടെ വീട്ടുമുറ്റത്ത് നീന്തൽ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നീന്തൽ താരങ്ങൾ ലോക സമാധാനത്തിനും ജല അപകടങ്ങൾ കുറയ്ക്കേണ്ടത് സംബന്ധിച്ച പോസ്റ്റർ രചനാ ക്യാമ്പ് ലോക പ്രശസ്ത മൗത്ത് പെയിന്റർ ഗിന്നസ് ഗണേഷ് കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്തു. നീന്തലിൽ പങ്കെടുത്തവരെല്ലാവരും ലോക സമാധാന സന്ദേശവും ജല അപകട നിവാരണ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ എഴുതി പ്രദർശിപ്പിച്ചു. മെഴുകുതിരികൾ തെളിയിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പ്രിയമുള്ളവരെ, ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി, ജലസുരക്ഷയ്ക്ക് വേണ്ടി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കടൽ, കായൽ പുഴ നീന്തുന്നതിൻ്റെ 40 കിലോമീറ്റർ നീന്തുന്നതിൻ്റെ ഒരു ലോക മാതൃകയുടെ 2ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്നലെ ഏകദേശം 22-23 കിലോമീറ്ററോളം നീന്തിയതിന് ശേഷം ഇന്ന് ബാക്കി ദൂരം കൂടെ നീന്താൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ തീരത്ത് വളരെ ഡിസിപ്ലിൻഡായി എല്ലാവരും ആവേശത്തോടു കൂടി 3-3:30 തന്നെ എഴുന്നേറ്റ് അതിൻ്റെ ആദ്യത്തെ ബാച്ച് 6 മണിക്ക് മുന്നേ തന്നെ കടലിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. 17 രാവിലെ 6 മണിക്ക് എട്ടിക്കുളം ബീച്ചിൽ നിന്നും പുറപ്പെട്ട് ഏഴിമലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ചുറ്റി കടലിലൂടെ വലിയ പറമ്പ് പഞ്ചായത്തിലെ പാണ്ഡ്യാല കടവിലെത്തി അവിടെ നിന്നും കായലിലൂടെ നീന്തി ഉച്ചയ്ക്ക് 2 മണിക്ക് കവ്വായി ബോട്ട് ടെർമിനലിൽ നീന്തി കയറിയവരെ പയ്യന്നൂർ ജനകീയ നേതാവ് K രാഘവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സമാപന പരിപാടി K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച മുൻപ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിലും അത്തരം ഇനങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ചാണ് നമ്മുടെ കുട്ടികൾ രാജീവ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തിയത്. ഒരു ദിവസം പോലും വിദ്യാലയത്തിൽ തങ്ങാൻ സമയമില്ലാതെ ഈ നേരത്തെ രാഘവട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്ഭുതകരമായി ഉദ്യമത്തിന് വേണ്ടി അവർ ഒരുങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും കടലിനെയും കായലിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി നമ്മുടെ കുട്ടികൾ കൂടി നീന്തി തുടിച്ചു രാജീവ് മാസ്റ്ററുടെയും നവീന്റെയും ഒക്കെ നേതൃത്വത്തിൽ എന്ന് ഓർക്കുമ്പോൾ വിദ്യാലയത്തിന് ഏറെ അഭിമാനമുണ്ട്. വിദ്യാലയത്തിലെ 3700ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവിടുത്തെ 130ലധികം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് നമ്മൾ 4-5 പേര് ഇവിടെ നേരത്തെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിദ്യാലയത്തിന്റെ തീരാത്ത കടപ്പാട് ചാൾസൺ അക്കാദമിക്ക് ഇവിടെ വെച്ച് നേരുകയാണ്. നീന്തിയെത്തിയവർ അവരുടെ നീന്തൽ അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. യുദ്ധക്കെടുതിയിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ലോകത്ത് ജല അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം. ലോകത്ത് ഒരു വർഷം ശരാശരി 2,35,000-ഓളം ആളുകൾ ജല അപകടങ്ങളിൽ മരിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൊച്ചു കേരളത്തിൽ മാത്രം ഒരു വർഷം ശരാശരി 1,600-ൽ പരം ആളുകൾ മരിക്കുന്നു.
ശ്രദ്ധിച്ചാൽ ഈ അപകട നിരക്ക് കുത്തനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് മേൽപ്പറഞ്ഞ മുദ്രാവാക്യമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽയജ്ഞം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഫയർഫോഴ്സ്, യുവജന വിദ്യാർത്ഥി സംഘടനകൾ, കണ്ണൂർ ജില്ലയിലെ നിരവധിയായ കലാ, കായിക, സാംസ്കാരിക സംഘങ്ങൾ തുടങ്ങിയവരെല്ലാം ഈ പരിപാടികളെല്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം കിട്ടിയ ഊർജ്ജമാണ് ഈ നീന്തൽ മഹായജ്ഞം നടത്താൻ പ്രചോദനമായത്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മഹാസന്ദേശം ലോകത്ത് പ്രാവർത്തികമാക്കാൻ മാനവരൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നീന്തലിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമല പറഞ്ഞു. 8ാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് മലബാർ റെസിഡൻസിയിൽ നടന്ന പാലക്കാട് ഡിവിഷൻ റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് 2ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. യോഗം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ പോലെ അന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് ടിടിമാരെ അടിക്കുന്നത് ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരു ടിടി മരണപ്പെടാൻ പോലും ഇടയായ ഒരു സംഭവം അടുത്തുണ്ടായി. അത് മാത്രമല്ല, റെയിൽവേ അന്നത്തെ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. എപ്പോഴും അന്നത്തെ തീവണ്ടികളും അന്നത്തെ ബോഗികളാണ് പോലും ഇപ്പോഴും തോന്നുന്നു. പലപ്പോഴും പല വണ്ടികളും വന്ദേ ഭാരത് വന്നു എന്നല്ലാതെ അതേ സമയത്ത് യാത്രക്കാരുടെ എണ്ണം കൂടുകയും റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ബർത്ത് കിട്ടാൻ വേണ്ടി ടിടിമാരെ പിന്നാലെ നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ടിടിമാര് ആയി. ഇപ്പൊ കുറെ പുതിയ ആളുകളാണ്, അന്നത്തെ പോലുള്ള ആളുകളല്ല. പുതിയ കുറെ പെൺകുട്ടികൾ പോലും വനിതകൾ പോലും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അന്ന് വളരെ വിരളമായ ആളുകളാണ് വനിതകളായിട്ടുണ്ടായിരുന്നത്. ജീവിത ചെലവ് കൂടി വരുന്ന സാഹചര്യത്തിൽ 8ാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കണ്ണൂർ മലബാർ റെസിഡൻസിയിൽ നടന്ന പാലക്കാട് ഡിവിഷൻ റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് 2ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇടക്കാല ആശ്വാസമെന്ന നിലയിൽ DNS അലവൻസിന്റെ 50% അനുവദിക്കണം. കോവിഡ് കാലത്ത് തടഞ്ഞുവെച്ച 18 മാസത്തെ DNS അലവൻസ് ഉടൻ അനുവദിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. RRTC ഫ്രട്ടേണിറ്റി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VP ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ശ്യാം പ്രകാശ് പെൻസിൽ സ്കെച്ച് ഫോട്ടോ സമർപ്പിച്ചു. ചീഫ് കോർഡിനേറ്റർ KM അമറുദ്ദീൻ, MK ഉണ്ണി, C ഉദയകുമാർ, C ഗോപാലൻ, മൈക്കിൾ V ജോയ്, AM കുമാരൻ എന്നിവർ സംസാരിച്ചു. M കൃഷ്ണൻ സ്വാഗതവും N ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് അപ്പാർട്ട്മെന്റിന് പിഴ ചുമത്തി. ശിവപുരം മാലൂർ റോഡിലെ അൽസാജ് അപ്പാർട്ട്മെന്റിനാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. കെട്ടിടത്തിന്റെ ഒരു വശത്തായി തയ്യാറാക്കിയ പ്രത്യേകം ചെങ്കൽ നിർമ്മിതിയിൽ പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്നിവ കൂട്ടിയിട്ടതായി സ്ക്വാഡ് കണ്ടെത്തി. പന്നി ഫാമിലേക്ക് നൽകുന്നതിനായി ശേഖരിച്ചു വെച്ച ഡ്രമ്മുകളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇടകലർത്തിയ നിലയിലായിരുന്നു. നിർമ്മിതി പൊളിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് മാലൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന മാലൂർ ബസ് സ്റ്റാൻഡിലെ അമേയ ഫാസ്റ്റ് ഫുഡിനും ജില്ലാ സ്ക്വാഡ് 1000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെറീഖുൽ അൻസാർ, ധനേഷ് A എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,065, പവന് 56,520 രൂപ, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈതൃക വാരാഘോഷത്തിന് കണ്ണൂരിൽ തുടക്കം. കേരളത്തിന്റെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇതിനായി ഒരുങ്ങുന്നത് 22 മ്യൂസിയങ്ങൾ. വാരാഘോഷം 25-ന് സമാപിക്കും. സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുമായി അഴീക്കോട് നിയോജക മണ്ഡലം. ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ കായികക്ഷമതാ വർധനവ്. കായിക അഭിരുചിക്കൊപ്പം കുട്ടികളെ ലഹരി ഉൾപ്പെടെയുള്ള ദൂഷ്യതകളിൽ നിന്ന് അകറ്റാനാകുമെന്ന് KV സുമേഷ് MLA. കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ ചുമർചിത്രം മിഴിതുറന്നു. പുനർജനിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്യപൂർവ രചന. ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തത് പ്രകൃതി വർണ്ണങ്ങൾ. പൂർത്തിയാക്കിയത് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.